അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശൗവാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. ശൗവാല് മാസ നിലാവ് വിരിഞ്ഞ് ഷറഫുറ്റ ഈദുൽ ഫിത്തർ തെളിഞ്ഞ്. തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി, തക്ബീർ ധ്വനികളി മണ്ണിൽ മുഴങ്ങി. തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി, തെളിവേറും ചെറിയ പെരുന്നാൾ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. മാന്യ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പെരുന്നാൾ നിലാവ് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്നും കടന്നുപോയി. ഇന്ന് അത് നമുക്ക് മധുരമുള്ള ചരിത്രമായി മാറി. പെരുന്നാൾ സുദിനം അതിമനോഹരമാക്കാൻ പീസ് റേഡിയോ എന്നും ശ്രോതാക്കളോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ സുദിനത്തിൽ നിങ്ങളോടൊപ്പം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ജൗഹർ ഒഴുകൂർ, എൻ്റെ കൂടെ മുബീൻ പട്ടാണി, ഹുസൈൻ ചുങ്കത്തറ, റബിയ കണ്ണൂർ. മധുരമൂറുന്ന ചില ഗാനങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ സംസാരങ്ങളില്ലാതെ മനോഹരങ്ങളായ ആ പാട്ടുകളിലേക്ക് പോകാം, അല്ലേ? ഇൻഷാ അല്ലാ. നമുക്ക് ആദ്യം പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അതിൻ്റെ ചില ഓർമ്മകൾ ഇപ്പോഴും ഈ ഒരു സമയത്ത് നമ്മളിലുണ്ട്. ചിലരൊക്കെ അതിനെ മനോഹരമായി ഉപയോഗപ്പെടുത്തി, എന്നാൽ മറ്റു ചിലർ അശ്രദ്ധ കാരണം അത്ര തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയവരുണ്ട്. ഇങ്ങനെ ചില ഓർമ്മകളുള്ള ഒരു മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. മുബീൻ പട്ടാണിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം, ഇൻഷാ അല്ലാ. ബറക്കത്തിൻ രാവുകൾ വീട ചൊല്ലി വീട ചൊല്ലി വേർപാടിനൊരുങ്ങുന്ന നേരം. ബറക്കത്തിൻ രാവുകൾ വീട ചൊല്ലി വീട ചൊല്ലി വേർപാടിനൊരുങ്ങുന്ന നേരം. വിങ്ങുന്നെൻ മാനസം ചോദിച്ചു പോകുന്നു, അടുത്തൊരു റമളാനിലുണ്ടോ ഞാൻ, അടുത്തൊരു റമളാനിലുണ്ടോ. ബറക്കത്തിൻ രാവുകൾ വീട ചൊല്ലി വീട ചൊല്ലി വേർപാടിനൊരുങ്ങുന്ന നേരം. സലാമത്തും വരെ ഞാൻ തറാവീഹിൽ നിന്നപ്പോൾ, സലാമത്തും വരെ ഞാൻ തറാവീഹിൽ നിന്നപ്പോൾ, രാവെല്ലാം നിസ്കാരമായോ എൻ്റെ, രാവെല്ലാം നിസ്കാരമായോ എൻ്റെ, രാവെല്ലാം നിസ്കാരമായോ. ഓരോരോ രാവിലും നരകം വിട്ടൊഴിയുന്നോർ, ഓരോരോ രാവിലും നരകം വിട്ടൊഴിയുന്നോർ, ഞാനുമാ കൂട്ടത്തിലുണ്ടോ നാഥാ, ഞാനുമാ കൂട്ടത്തിലുണ്ടോ.
ബറക്കത്തിൻ രാവുകൾ വീട ചൊല്ലി വേർപാടിനൊരുങ്ങുന്ന നേരം വിങ്ങുന്നെൻ മാനസം ചോദിച്ചു പോകുന്നു, അടുത്തൊരു റമളാനിലുണ്ടോ ഞാൻ, അടുത്തൊരു റമളാനിലുണ്ടോ. മാഷാ അല്ലാ, എത്ര മനോഹരമായിട്ടാണ് ആ പാട്ടിനെ അല്ലേ. നമ്മുടെ റമളാൻ നമ്മിൽ നിന്ന് കടന്നുപോയി, അതിൽ എൻ്റെ അമൽ സ്വാലിഹാത്തുകൾ പടച്ചോൻ സ്വീകരിച്ചോ എന്നുള്ള ഒരു ആധിയാണ് ഈ ഒരു പാട്ടിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റും അല്ലേ മുബീൻ? അതെ അതെ, റമളാൻ കടന്നു വരുമ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവാറുണ്ട്. അതെ, അത് ഉപയോഗപ്പെടുത്താത്തവരും ഉണ്ടാവും, ഉപയോഗപ്പെടുത്തുന്നവരും ഉണ്ടാകും. അതെ, ഉപയോഗപ്പെടുത്തിയവരെ സംബന്ധിച്ചിടത്തോളം ശവ്വാൽ വരുമ്പോൾ അത് സന്തോഷത്തിന്റെ സുദിനമാണെങ്കിൽ പോലും റമളാനിലെ ബർക്കത്തിന്റെ രാവുകൾ കഴിഞ്ഞു പോയതിന്റെ ഒരു സങ്കടം അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതെ, കൂടുതൽ ഇനിയും ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്തയും റമളാൻ ഒരു അവസരമാണ്. അതെ, ഇപ്പോൾ നമ്മുടെ പെരുന്നാൾ നിലാവിൽ നമ്മൾ 2 പാട്ടുകളാണ് ശ്രവിച്ചത്. ഇനി നമുക്ക് ഒന്ന് മലയാളത്തെ മാറ്റി അറബിയിലേക്കൊന്ന് നീങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ പാട്ടിൻ്റെ രംഗത്ത് നശീദകൾ എന്നും ഒരു വസന്തം തീർത്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ റബിയ നമ്മുടെ കൂടെയുണ്ട്. റബിയൻ്റെ ഒരു മനോഹരമായ ഒരു അറബിക് നശീദ് കേൾക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ്. شكرا لك ربي حمدا لك ربي أحييت روحي وأنرت قلبي شكرا لك ربي حمدا لك ربي أحييت روحي وأنرت قلبي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي إنني سعيد عشت من جديد لفعل ما أريد باسمك قيومي أصحو من نومي بك يحلو يومي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي وهبتني لسانا ذاكرا وقلبا شاكرا يا خالقي. മാഷാ അല്ലാ, നമ്മുടെ അറബിക് നശീദ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു റബിയ തന്നെയാണ്, ഒരു വസന്തം തന്നെയാണ് അല്ലേ. അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതെ, അതിന്റെ ആ ഒരു ഈണത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അറബിക് ഒരു അനുഭവമാണ്. അതെ, ശരിക്കും നമ്മൾ ഈ യാത്രകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ഇട്ടിങ്ങനെ കേട്ടിങ്ങനെ പോയാൽ അല്ലേ, ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ അറബിക് നശീദുകൾ നമുക്ക് സമ്മാനിക്കുക. അങ്ങനെ ഒരു ഫീലിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പെരുന്നാൾ നിലാവിലൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. ഹുസൈൻ ക, നമ്മൾ പെരുന്നാൾ നിലാവിൻ്റെ പ്രോഗ്രാമിലാണല്ലോ. അപ്പോൾ ശരിക്കും ഇസ്ലാമിക ചരിത്രങ്ങൾ പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ നടന്നിട്ടുള്ള ധർമ്മസമരങ്ങൾ, പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. അതെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ മനോഹരമാക്കി കോർത്തിണക്കുക എന്നുള്ളത്, അതും വ്യത്യസ്ത ഭാഷകളിൽ അല്ലേ, അറബിക്, ഉറുദു, പേർഷ്യൻ ഭാഷകളൊക്കെ സമ്മിശ്രമാക്കിക്കൊണ്ട് കോർത്തിണക്കിയ കുറേ പാട്ടുകളുണ്ട്.
അങ്ങനെയുള്ളൊരു പാട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കിസ്സപ്പാട്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് ഈ ഒരു സമയത്ത് അഭികാമ്യം. അങ്ങനെയുള്ളൊരു പാട്ട് നമുക്ക് ശ്രോതാക്കളുമായിട്ട് അത് ഞാൻ പാടാം. ഇൻഷാ അല്ലാ. ഷറഫുറ്റ ബദർ ജയദീനിൻ കൊടി വെട്ടി പിടിത്തെടുക്കിടാനെത്തും ഖുറൈശിപ്പടാ. ഉഹദെന്ന ജബലടിവാരം പടയണി ഒരുക്കിക്കൊണ്ടിതാ കുടിലർ കുഫറിൻ പടാ. കൊമ്പുകൾ കുഴലുകൾ ദഫുകൾ മദ്ദളം 50 അൻപടവേരിതം വൻപട കുതൂഹലം പൊങ്കിയടർന്നിലം വമ്പും കലമ്പും കിബറാട്ടമേ. ജഹനത് ജാഹിലിൻ പുത്രനവൻ ഇക്രിമത്ത് ഖാലിദ് ബിൻ വലിദ് അബു സുബിയാൻ അബു ഹുസ അമറ അസദ് മസാഫിർ അബു അമ തുടങ്ങിയ കുഫാറുകൾ മുത്തുനബി സഹാബത്ത് മൊത്തൊരുമിച്ച് ഉഹദിൽ സത്യദീന നിസത്തിനെ കൊതിച്ചിടുന്നു. അബുബക്കർ ഉമർ ഉസ്മാൻ അലിയും ഹസ്രത്ത് ഹംസത്തു ഖറാറു മുബൈദ് സാജിദ് നുമബാദ്. ഷറഫുട്ട ബദ ജയദീനിൻ കൊടി വെട്ടി പിടിത്തടക്കിടാനെത്തും ഖുറൈശിപ്പടാ. ഈ പാട്ട് സത്യത്തിൽ നീണ്ടുപോകുന്നുണ്ട്, പക്ഷെ സമയക്കുറവുകൊണ്ട് ഞാൻ അത്രമാത്രം ചുരുക്കിയതാണ്. അല്ല, ഞാൻ ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമുക്കിതൊക്കെ ഒരു ചടപട ഇങ്ങനെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിങ്ങനെ കൃത്യമായിട്ട് പാടുക എന്നുള്ളതൊരു കഴിവാണ്. അതിനപ്പുറത്ത് ഇതിങ്ങനെ കോർത്ത് നിൽക്കുക എന്നുള്ളത് അതിനേക്കാൾ മറ്റൊരു നല്ലൊരു ഇത് കുറേ മുമ്പേ പഠിച്ചു വെച്ചിരുന്ന ഒരു പാട്ടാണ്. അതായത് 10-30 വർഷം മുമ്പ് പഠിച്ചു വെച്ചിരുന്ന പാട്ടാണ്. അതങ്ങനെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു പെട്ടെന്ന് നിങ്ങളിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു ഇതാണ്. അതെ, ഏതായിരുന്നാലും ഈ ഒരു പാട്ടിൽ നമ്മൾക്ക് ശരിക്കും ആ ബദർ യുദ്ധത്തിന്റെ ചരിത്രം, അന്ന് സ്വഹാബികൾ അനുഭവിച്ച യാതനകൾ, അതുപോലെ തന്നെ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ച ഏതാനും കുറച്ചാളുകൾ വരുത്തിവെച്ച ഉഹുദിലെ വിനകൾ, അങ്ങനത്തെ കുറേ സംഗതികൾ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത. ശരിക്കും ഇതിന്റെ അടുത്ത വരികളിൽ പിന്നെ ഹംസ റളിയല്ലാഹുവിന്റെ ഇതുമൊക്കെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. വളരെ ഇതാണ് ആ വരികളൊക്കെ. നമുക്കിവിടെ സമയമില്ലല്ലോ, നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതല്ലേ. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത് ഇൻഷാ അല്ലാ അത് പൂർണ്ണമായിട്ടും നമുക്ക് എത്തിക്കാം. നമ്മൾ പണ്ട് കാലത്തൊക്കെ, എൻ്റെ ഒന്നും ഓർമ്മയിൽ അത്ര തന്നെ ഇല്ല, ഒരു പക്ഷേ ഹുസൈൻ കയുടെ ഒക്കെ ഒരു കുട്ടിക്കാലത്തൊക്കെ എന്ന് പറയാം, നമുക്ക് ഈ കാസറ്റിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ധാരാളമായിട്ട് കേട്ടിരുന്ന പഴമക്കാരൊക്കെ അവരുടെ നാവിലിങ്ങനെ എല്ലാ സമയത്തും പാടി നടന്നിരുന്ന ഒരു ഫേമസ് ഗാനമുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശം നമുക്ക് ഹുസൈൻകയിൽ നിന്ന് കേൾക്കാൻ പറ്റും ഇൻഷാ അല്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ. എല്ലാം പാടയിട്ടുള്ള ഖല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ. എല്ലാം പാടയിട്ടുള്ള ഖല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ. പൊള്ളുന്ന നോവിനാലുള്ളം കാരിയുന്നു പെരിയോനെ നിന്നിൽ ശുക്രോതുന്നു കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. വല്ലാത്തതാണല്ലാ നിന്റെ കൂതിറത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് എൻ കൊതി തീർത്ത് ഹീദായത്തിൽ എന്നെ ചേർക്ക്. എല്ലാം പാടയിട്ടുള്ള ഖല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ. മാഷാ അല്ലാ, എത്ര മനോഹരമായിട്ടാണ് ഒരു പാട്ട്
നമുക്ക് മുബീൻ്റെ വോയിസിലൂടെ കേൾക്കാൻ പറ്റിയത്. ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഈ പാട്ടിങ്ങനെ മുബീന് പാടിയ സമയത്ത് നമ്മുടെ ഹുസൈൻ കയിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് ആ ഒരു ഇറങ്ങുമ്പോൾ ആ ഒരു ഫ്രഷ് സമയത്ത് കേട്ട ഒരു ആട്യത്വം ഉണ്ടായിരുന്നു. കാരണം സത്യത്തിൽ നമ്മളൊക്കെ ഇത് അത് കേട്ടത് കുറെ കഴിഞ്ഞിട്ടാണ്. അതെ അതെ, എൻ്റെ കൗമാരകാലത്ത്, അതായത് 80കളുടെ മധ്യസ്ഥത്തിലാണ്, 85 കാലഘട്ടത്തിലാണ് ഈ പാട്ട് ഇറങ്ങണത്. അതെ. അന്ന് ഇതൊരു വലിയ കാസറ്റിൻ്റെ തരം കൊണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ആ. കാസറ്റിൻ്റെ ഒക്കെ ഒരു തരം കൊണ്ടായിരുന്ന കാലമാണ്. അതിനകത്തുള്ള വരികൾ ഭയങ്കരമായിരുന്നു. അന്ന് ഈ പാട്ടിറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര, വീടുകളിലൊക്കെ ഈ ടേപ്പ് റെക്കോർഡിൽ, ചെറിയ ടേപ്പ് റെക്കോർഡിലൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ വലിയ ഓളത്തിൽ വെച്ച്, വീടുകളും അന്നൊന്നും ബാനൊന്നുമില്ല, ഇതെല്ലാം വെച്ച് ഇങ്ങനെ കേൾക്കാന്ന് പറഞ്ഞാൽ ഒരു രസമായിരുന്നു. അതിനകത്തൊരു വരിയില്ലേ, വല്ലാത്തതാണല്ല നിന്റെ കുതിരത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത്. എത്ര മനോഹരമാണ് ആ വരികളൊക്കെ ഉണ്ടല്ലേ. എൻ്റെ അത്ര തന്നെ ഭക്തിഗാനങ്ങൾ വരുന്ന പറഞ്ഞാൽ ഒരു ഭയങ്കര രസമായിരുന്നത്. മാഷാല്ലാ. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കളിൽ ഈ ഒരു പ്രായത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു കൂടുതൽ ഉണർവ് ഏകുന്ന ഒരു ഗാനം തന്നെയാണ് യഥാർത്ഥത്തിൽ മുബീൻ്റെ ഈ ഒരു പാട്ടിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. നമ്മൾ വീണ്ടും ഒരു അറബി ഗാനത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, യാത്രാവേളകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ അറബിക് നശീദകൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. അതിലേക്കുള്ള ഒരു ചെറിയ ചവിട്ടപടിയാണ് നമ്മുടെ റബീൻ്റെ അടുത്ത ഗാനം. ഇൻഷാ അല്ലാ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفا كان في عطفه لليتامى دفا حن قلبي له فاض شوقا إليه ليس أرجو سوات شربة من يديه الصلاة عليه والسلام عليه للسماء ارتقى فأتى بالنقى وغدا وجهه نيرا مشرقا كان من عفوه حين حان اللقاء قال فلتذهبوا أنتم الطلقاء مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفا كان في عطفه لليتامى دفا. മാഷാ അല്ലാ, പറഞ്ഞതുപോലെ തന്നെ ആസ്വദിച്ചിരിക്കാൻ, കേട്ടുകൊണ്ടിരിക്കാൻ ഏറ്റവും മനോഹരമായ പാട്ടുകളാണ് അറബി ഗാനങ്ങൾ അല്ലേ. നമ്മൾ സാധാരണ ഒരു അറബി ഗാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ചിലപ്പോൾ കുട്ടി ശ്രോതാക്കൾ ഉണ്ടാവും നമ്മുടെ റേഡിയോയിൽ. അവർ അറബി ഗാനം എന്ന് പറയുമ്പോൾ അവർ സ്കൂളിൽ പഠിച്ച കുറച്ച് പാട്ടുകളായിരിക്കാം, മത്സരവേദികൾ അവർ പാടുന്ന പാട്ടുകളായിരിക്കാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഈണത്തിൽ അതിൻ്റെ ശരിക്ക് റബീൻ്റെ ആ സൗണ്ടിൽ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കതിങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ചില പാട്ട് അല്ലേ. ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമുക്ക് ഏതായിരുന്നാലും നമ്മുടെ പെരുന്നാൾ നിലാവ് അതിങ്ങനെ കണ്ട് അതിൻ്റെ സന്തോഷത്തിലുള്ള ഒരു സമയത്താണല്ലോ നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ഏറ്റവും മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ സൃഷ്ടിപ്പിന് മറ്റൊന്ന് പകരം വെക്കാനില്ല. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയും അതുതന്നെയാണ്. ഖുർആനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ വേറൊന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരൂ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വെല്ലുവിളി അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ കഴിവ് എല്ലാം വിളിച്ചോതുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനം നമുക്ക് ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് മുബീനോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, മുബീൻ്റെ വോയിസിലൂടെ തന്നെ ആ ഒരു പാട്ട് ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീവിധത്തിൽ പടച്ചുവച്ചു, ആരീവിധത്തിൽ പടച്ചുവച്ചു. ആകാശമേലാപ്പും അമ്പിളിയും
ആയിരമായിരം താരകളും ആറും മണലും മലനിരകൾ ആരീവിധത്തിൽ പടച്ചുവച്ചു, ആരീവിധത്തിൽ പടച്ചുവച്ചു. മണ്ണിലെ പാൽച്ചെടി പുൽക്കൊടിയും വിണ്ണിലെ സൗരാന്തഗോളങ്ങളും കണ്ണിലുൾക്കൊള്ളാത്ത സത്യങ്ങളും എണ്ണിയിറക്കി വളർത്തി വയ്ക്കും. മണ്ണിലെ പാൽച്ചെടി പുൽക്കൊടിയും വിണ്ണിലെ സൗരാന്തഗോളങ്ങളും കണ്ണിലുൾക്കൊള്ളാത്ത സത്യങ്ങളും എണ്ണിയിറക്കി വളർത്തി വയ്ക്കും. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീവിധത്തിൽ പടച്ചുവച്ചു, ആരീവിധത്തിൽ പടച്ചുവച്ചു. മാഷാ അല്ലാ, എത്ര മനോഹരമായ വരികളാണല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിനെ ഏറ്റവും മനോഹരമായി വർണ്ണിക്കുന്ന മനോഹര വരികൾ അല്ലേ മുബീൻ. ശരിക്കും ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ഏതെങ്കിലും ഒരു രണ്ട് വരിയും കൂടെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഏതെങ്കിലും ഒരു രണ്ട് വരി ഈ ഒരു സമയത്ത്. ഇൻഷാ അല്ലാ. ആകാശം പോലെ വിശാലം സ്വർഗം അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം കാട്ടിത്തരൂ തമ്പുരാനേ കാട്ടിത്തരൂ തമ്പുരാനേ. മാഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ ഏറ്റവും മനോഹരമായിട്ടില്ലേ നമ്മൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗത്തെ. ഈ ഒരു പാട്ടിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ ഒരു സ്വർഗത്തിലെ കുറേ അനുഭൂതികളെ പറയുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. നമ്മളെല്ലാവരും സ്വർഗത്തിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതെ, നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അതെ സ്വർഗത്തിലെത്തുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ ഒരു റമളാനിനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചത്. ഇനി ഈ ഒരു റമളാനിൽ നമ്മൾ നേടിയെടുത്ത പുണ്യങ്ങൾ അതിൻ്റെ ഒരു ആ ഒരു തഖ്വയും കാര്യങ്ങളും ഇനിയുള്ള 11 മാസങ്ങളിൽ നിലനിർത്തണമെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇൻഷാ അല്ലാ, ആഹ്ലാദങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും എത്ര തന്നെ അധികരിച്ചാലും അതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയുണ്ട്. അതാണ് മരണമെന്നുള്ളത്. നമ്മൾ എത്ര തന്നെ വേണ്ട എന്ന് ആഗ്രഹിച്ചാലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന അതിഥിയാണ് മരണമെന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ ഒന്ന് ആസ്വദിക്കുക തന്നെ ചെയ്യും. കണ്ടുമുട്ടും, നമ്മളെല്ലാവരും മരണത്തെ കണ്ടുമുട്ടും. മരണത്തെ ഈ കവികൾ വളരെ മനോഹരമായിട്ട് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭയാനകത ഒട്ടും തന്നെ ചോർന്നു പോകാതെ വരികളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്. നമുക്ക് റബീൻ്റെ വോയിസിലൂടെ നമ്മൾ സന്തോഷിക്കുന്ന വേളകളിലും മരണത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അതെ, ഇപ്പോൾ നമ്മൾ പെരുന്നാളിലാണ്. അതെ, അപ്പോൾ ആ ഒരു ആഘോഷത്തിമിർപ്പുകളിൽ ഇസ്ലാം പറയാത്ത ആഘോഷങ്ങളിൽ നമ്മളിൽ വന്നു പോകാൻ പാടില്ല. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മൾ ഉണ്ടായിരിക്കണം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാം നമുക്ക് റബീൻ്റെ വോയിസിലൂടെ.
അവസാന അവസ്ഥ ഇതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം മറന്ന്. അവസാന അവസ്ഥ ഇതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം മറന്ന്. മറന്നാലും മറക്കാത്തോനാണിലാഹ്, മറന്നാലും മറക്കാത്തോനാണിലാഹ്. മറനീക്കി പിടിച്ചിടും നമ്മുടെ റൂഹ്, മറനീക്കി പിടിച്ചിടും നമ്മുടെ റൂഹ്. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. അല്ലാഹ്ക്ക് കാണേണ്ട നിന്റെ മുഞ്ച്, ആ നോട്ടമെപ്പോഴും നിന്റെ നെഞ്ച്. അല്ലാഹ്ക്ക് കാണേണ്ട നിന്റെ മുഞ്ച്, ആ നോട്ടമെപ്പോഴും നിന്റെ നെഞ്ച്. അലിവോടെ കുമ്പിടും നേരമഞ്ച്, അലിവോടെ കുമ്പിടും നേരമഞ്ച്. അകം നൊന്ത് സൂജൂദിൽ വീണ് കെഞ്ച്, അകം നൊന്ത് സൂജൂദിൽ വീണ് കെഞ്ച്. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്. മരണത്തിൻ്റെ ആ ഒരു രംഗം നമ്മളിങ്ങനെ മലക്കുൽ മൗത്ത് നമ്മിലേക്ക് വരുന്നതും ആ ഒരു സമയത്ത് സത്യവിശ്വാസിയുടെ അല്ലെങ്കിൽ അവിശ്വാസിയുടെ ആ ഒരു അനുഭവമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതൊക്കെ ഈ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ റബിയ? നമ്മൾ മരണം എന്നുള്ളത് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അതെ. വിളിച്ചാലും അതെ, നമ്മൾ ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത് മരണത്തിന് വിഷയമേ അല്ല. നമ്മൾ ചെറുപ്പമാണോ, പ്രായമായിട്ടുണ്ടോ, രോഗാവസ്ഥയാണോ, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് രോഗികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളും കുട്ടികളും ഒക്കെ മരിച്ചു വീഴുന്ന സന്ദർഭങ്ങളും നമ്മൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു സമയത്ത് പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത് മരണം എന്നുള്ളത് സത്യമാണ്. ആ ഒരു മരണത്തിന് മുതൽക്കൂട്ടാവുന്ന ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. പീസ് റേഡിയോ അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സഹായിയാണ്. നിങ്ങളുടെ യാത്രയിലെല്ലാം പീസ് റേഡിയോ ഉണ്ടാവണമെന്ന് ഈ ഒരു പെരുന്നാൾ നിലാവിൻ്റെ സന്ദർഭത്തിൽ നിങ്ങളുമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ കുട്ടികളോട് പാട്ട് പാടാൻ പറഞ്ഞാൽ കുട്ടികൾ പറയും, ഞാൻ ഒറ്റക്ക് പാടൂല, ഓനും കൂടി ഉണ്ടെങ്കിൽ ഓളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പാടാം. ഇതൊരു സ്ഥിരം നമ്മൾ ശരിക്കൊരു അധ്യാപകരൊക്കെ കേൾക്കുന്നൊരു ഡയലോഗാണ് അല്ലേ? ഞാൻ ഒറ്റക്ക് വന്ന് പാടാൻ ഒരു പക്ഷേ എന്നെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല, ഞാൻ എന്ത് ചെയ്യുക, ഓളും കൂടി ഉണ്ടെങ്കിൽ ഓനും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പാടാം അല്ലേ? അപ്പോൾ ടീച്ചർ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം കൊടുക്കാറുണ്ട്. ഈ ഒരു പെരുന്നാൾ നിലാവിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കണം. നമ്മുടെ ഹുസൈൻ ഖയും മുബീനും ചേർന്ന് പാടുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. ചേർന്ന് പാടുക, അത് അവർ തീരുമാനിക്കട്ടെ എങ്ങനെ പാടുമെന്നുള്ളതൊക്കെ. നമുക്കെന്ത് ചെയ്യാം, ആ ഒരു പാട്ട് കേൾക്കാം. എന്നിട്ട് അതിൻ്റെ ചരിത്ര സംഭവങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സമയം കൂടെ ശ്രോതാക്കളുമായിട്ട് ഒന്നിച്ചിരിക്കാം ഇൻഷാ അല്ലാഹ്. ആ പാട്ടൊന്ന് ഹുസൈൻക ഒരു കാര്യം കൂടെ പറയാം. ചില പ്രോഗ്രാമുകളിൽ നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത്, ചില ഈ ലൈവ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കമൻറ്റുകളായിട്ട് നമ്മൾക്ക് എനിക്കൊക്കെ ഉള്ള പരിചയം എന്താ വെച്ചാൽ, നമ്മൾക്ക് അറിയാത്ത കുറേ സാധനം ശ്രോതാക്കൾ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ എന്താ വെച്ചാൽ അവർ സ്ഥിരം പീസ് റേഡിയോയുടെ ശ്രോതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിൽ കുറേ അറിവുകളുണ്ട്. അപ്പോൾ അവർക്കിത് അറിയാത്തതല്ല, എന്നാലും ഒരു പാട്ടിലൂടെ കേൾക്കുക എന്നുള്ളത് ഇത് കേട്ടിട്ടുണ്ടാവും, സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ വൈറലായ ഒരു പാട്ടാണിത്. ഈ പാട്ടും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും എല്ലാം ശ്രോതാക്കൾക്ക് സുപരിചിതമായിരിക്കും. അത് ഹുസൈൻ ഖയുടെ വോയിസിലൂടെ, മുബീൻ്റെ വോയിസിലൂടെ നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. പുതപ്പിട്ടു മൂടൂ ഖദീജ,
ചേർത്തൊന്നണയ്ക്കൂ ഖദീജ, പുതപ്പിട്ടു മൂടൂ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. വിറയ്ക്കുന്നു മേനി, പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറയ്ക്കുന്നു മേനി, പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറയ്ക്കുന്നു മേനി, പിടയ്ക്കുന്നു ദേഹി, ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന്, ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന്, ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ടു മൂടൂ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. അറിവിൻ്റെ നൂറേ, കനിവിൻ നിലാവേ, ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ. അറിവിൻ്റെ നൂറേ, കനിവിൻ നിലാവേ, ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. പുതപ്പിട്ടു മൂടൂ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീലുമായി ആദ്യമായി സംഭാഷണം നടത്തി തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു പാട്ടിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, അല്ലേ? അതിനെ നമ്മളൊരു ചരിത്ര സംഭവം ഇങ്ങനെ 1 മണിക്കൂർ പറഞ്ഞാലും ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ 5-6 മിനിറ്റ് കൊണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ടാണ് ശരിക്കും ഈ ഒരു പാട്ട്, അല്ലേ? ശരിക്ക് നേരിട്ട് ആ രംഗം ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ഭയപ്പെട്ടിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ആ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് അണച്ചു പിടിക്കുമ്പോഴുണ്ടായ ആ ഒരു പേടിയും അതെല്ലാം കഴിഞ്ഞ് സ്വന്തം ആ എല്ലാം പറഞ്ഞു തീർക്കുന്ന ആ ഖദീജ ബീബിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ആശ്രയം എന്നെത്തുമ്പോഴത്തേക്ക് പുതപ്പിട്ട് മൂടെന്ന് പറഞ്ഞിട്ടേ മിലൂനി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയാണ്. വല്ലാത്തൊരു പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അതെ. അപ്പോൾ ആ ഒരു പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിലുള്ളത്. സമയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും പരിമിതമാണ്. നമുക്ക് ഇനിയും ഒട്ടനേകം പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹുസൈൻക നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പാട്ടുകൾക്കൊരു പഞ്ചമില്ല. പക്ഷേ നമ്മുടെ സമയം എന്നുള്ളത് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം തന്നെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 1-2 പാട്ടുകളുമായി നമ്മൾ വന്നു എന്ന് മാത്രം. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുകയാണ്. പെരുന്നാൾ നിലാവിൻ്റെ ഈ ഒരു പ്രത്യേക പ്രോഗ്രാം തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.